ഷംന എനിക്ക് തോന്നുന്നു എത്രയോ നേരത്തെ ഇവിടെ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയ ഒരാളാണ്. എപ്പോഴും നമ്മൾ ഗസ്റ്റുകൾക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കാറ്, പക്ഷെ ഇന്ന് ഷംന നേരത്തെ എത്തിയിട്ട് നമ്മുടെ പരിപാടികൾക്ക് വേണ്ടിയാണ് കാത്തു നിന്നത്. താങ്ക് യു സോ മച്ച്. ഷീസ് ആബ്സല്യൂട്ട്ലി ഗോർജിയസ്, റൈറ്റ്? ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എനിക്ക് തോന്നുന്നു മനസ്സിന്റെ നന്മ കൂടിയാണെന്നുള്ളത്. സോ ഇനി ഷീ ഫ്യൂഷൻ ഫിയസ്റ്റ എന്നെ ആദ്യം വിളിക്കെത്തുവാണ്. സോ ഇവർ രണ്ടുപേരും എന്നെ വിളിച്ചപ്പം തന്നെ എനിക്ക് തോന്നിയത് എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റേഴ്സ് വിളിച്ചിട്ട് വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട്, വരണം എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പം ദർ വാസ് എനിക്കൊരു നോ പറയാൻ പറ്റുക, അല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനൊന്നും പറ്റിയില്ല. ബിക്കോസ് അത്രയും സ്വീറ്റ്. പിന്നെ ഈ ഷീനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് ഒൺലി ലേഡീസിൻ്റെ ഒരു സംഭവം എന്ന് പറയുമ്പം എനിക്കറിയാം, നമ്മളൊരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ അതിനെന്തായാലും നമുക്കൊരു വലിയ കൈയടി നമ്മുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കണം, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. സോ നമ്മളൊരു നല്ല സ്ട്രോങ് പില്ലറായിട്ട് നമുക്ക് ചിലപ്പം ഒരു പാരൻ്റ് ആണെങ്കിൽ അതിനുശേഷം നമുക്കൊരു നല്ല സ്ട്രോങ് ഹസ്ബൻഡ് കിട്ടുമ്പം പിന്നെ കുട്ടികൾ, അതുപോലെ തന്നെ കുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് പാരൻസ് ആയിട്ട് ഇസ് ലൈക്ക് എ ഫ്രണ്ട്സ്. സോ ഇറ്റ്സ് റിയലി നൈസ്. എനിക്ക് ഒരുപാട് ലേഡീസിൻ്റെ എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കല്യാണ ദിവസം പോലെയല്ലേ തോന്നുന്നത്? സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഷീ ഈസ് വൺ മൾട്ടി ടാലൻറ്റഡ്. ഞാൻ വെച്ചു ആങ്കറിങ് മാത്രമാണ് ചെയ്യാന്ന്. ഷീ ഈസ് സിംഗിങ് സോ ഗുഡ്. എന്തിനാണ് കേരളത്തിൽ നിന്നൊക്കെ സിംഗേഴ്സിനെ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല. ഷീ ഈസ് ഡൺ. ആ പാട്ടൊക്കെ പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഒരു കല്യാണം കഴിച്ചല്ലോ എന്ന്. ഇതൊന്നും എൻ്റെ കല്യാണത്തിന് പാടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. പിന്നെ ഇവിടുത്തെ ഈ തതന്മാരൊക്കെ എന്തൊരു പാട്ടാണ്. ഓ മൈ ഗുഡ്നസ്. ഞാൻ അവരെ തന്നെ നോക്കാം, അവരുടെ ലിപ്സിനെ നോക്കുമ്പോൾ ഒരു തെറ്റും ഇല്ലാതെ പാടും അവര്. അപ്പം സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇറ്റ് ഈസ് യോർ ഡേ. എൻജോയ് ആൻഡ് താങ്ക് യു സോ മച്ച് ഷീല. എല്ലാവർക്കും ഇങ്ങനൊരു വണ്ടർഫുൾ ഇവൻറ്റിന് എന്നെ ഞാൻ ഗസ്റ്റ് ആയിട്ടെന്ന് പറയില്ല. ഐ ഓൾസോ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് ഷീ. ആൻഡ് വെരി സൂൺ നിങ്ങൾ ദുബായിൽ തുടങ്ങുമ്പോൾ ഐ വിൽ ബി ഇൻ യുവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫസ്റ്റ്. ഡോണ്ട് വറി. ദാറ്റ്സ് സോ സ്വീറ്റ്. സോ ഞാൻ അറിഞ്ഞു ലൈക്ക് ഇതൊരു 400 മെമ്പേഴ്സ് ഉള്ളൊരു എന്താ പറയുക ഒരു ഗ്രൂപ്പാണ്. ഐ എം ഷുവർ നിങ്ങൾ എൻജോയ് ചെയ്തു. ആൻഡ് ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പം എൻ്റെ അടുത്ത് സുർമിത പറയണ്ടായിരുന്നു, ഡോണ്ട് മിസ് ദി റാപ്പ് വാക്ക്, ഇറ്റ് ഇസ് സോ ഗുഡ്. അപ്പം ഞാൻ വിചാരിച്ചു നോക്കി അത് മോഡൽസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇറ്റ്സ് നോട്ട് മോഡൽസ്. ഇത് ഇൻ ഹൗസിലുള്ള ലേഡീസ് ആണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ യാർ. ഐ വാസ് തിങ്കിങ് ദി വർ ലൈക്ക് ഒറിജിനൽ മോഡൽസിനെ പോലെയായിരുന്നു മിക്ക ആൾക്കാരും. സോ ഗുഡ്. ആൻഡ് വേറൊരു ഡാൻസേഴ്സ് ചെയ്തില്ലേ, ചച്ച ഡാൻസ് ചെയ്ത എൻ്റെ കൊറിയോഗ്രാഫർ, ഐ വാണ്ടഡ് ടു സീ ഹർ ഓൺ സ്റ്റേജ്. അതാരായിരുന്നു? ഹു കൊറിയോഗ്രാഫ്ഡ് ദാറ്റ് ചച്ച? ഐ വാണ്ട് ടു സീ ഹർ. ബിക്കോസ് ഞാൻ ഒരുപാട് ഷോസ് പെർഫോം ചെയ്തതാണ്, പക്ഷേ ഈ ഒരു ഐഡിയ എനിക്ക് തന്നതിൽ കാരണം ഇറ്റ് ഹാഡ് ഫൺ ഡാൻസ്, എന്താ പറയുക, സോ മച്ച് ഓഫ് എന്താ പറയുക. ഹൂസ് എ കൊറിയോഗ്രാഫർ? ചാച്ച കൊറിയോഗ്രാഫർ. വാവ്. ആൾക്ക് എനിക്ക് തോന്നുന്നു ഒരു അവാർഡ് കിട്ടിയ പോലെ ആയിരിക്കും ഇപ്പോൾ ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുക. അല്ല, പുള്ളിക്കാരൻ എനിക്കൊരു ഐഡിയ തന്നു. കാരണം ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോ ഒക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ. സൂപ്പർ. ഞാൻ അവരോട് ചോദിക്കായിരുന്നു വന്നപ്പോൾ. ഞാൻ ചോദിച്ചു ഇത് ആരാ കൊറിയോഗ്രാഫി ചെയ്തെന്ന് ചോദിച്ചു. കാരണം അതിൻ്റെ ഇടയിലുള്ള എഡിറ്റ്, വർത്താനം, ആ സോങ് ഫ്യൂഷൻ, ഇവിടെ ഡാൻസ് ചെയ്ത എല്ലാവരും എത്ര നേരം ഡാൻസ് ചെയ്ത. ഗ്രേറ്റ് ജോബ്. പക്ഷെ ഉള്ളതുകൊണ്ട് ആള് നല്ലൊരു മലബാറിയാണ്, അല്ലേ? പിന്നെ അരിക്കടക്ക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ യൂട്ടേൺ അടിച്ച് പോകുമ്പോൾ എവിടെയാണ് അരിക്കടക്ക ഉള്ളതൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ. അപ്പൊ എന്തായാലും ഇനി ഷംനടുത്ത് നമ്മൾ ചാച്ച പറയാനായോ? അങ്ങനെ വിടാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഡാൻസ് കാണണ്ടേ നിങ്ങക്ക്? കണ്ടോ, ഇന്നെങ്ങാനും ഞാൻ ഷംനനെ ഡാൻസ് കളിക്കാണ്ട് വിട്ടിനെ ഇവരെന്നെ വളഞ്ഞിട്ട് ഓടിച്ചിട്ട് തല്ലിയത്. ചാച്ചയുടെ ഇങ്ങനെ ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു എന്താ പറയുക, കളിക്കണോ വേണ്ടിയോ എന്നുള്ള ഡൗട്ടായി. ഇനി നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് ഷംനയുടെ ഒരു അമേസിങ് ഡാൻസ് പെർഫോമൻസ് ആണ്. ഇത് ഭയങ്കര എന്താ പറയുക, ഒരു ഇംപ്രോംപ്റ്റു ഡാൻസ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കുറച്ച് സ്റ്റെപ്സ് മതി, ദാറ്റ്സ് ഇനഫ് ഫോർ us. ഞങ്ങൾ ഹാപ്പിയാണ്. ഷംന പറയും. ഷംന പറയുന്ന സോങ് നമ്മുടെ ചേട്ടൻ പ്ലേ ചെയ്തു. നിങ്ങൾ ഏത് സോങ്ങാണ് വേണ്ടത്? കുറച്ച് മടുത്തപ്പെട്ടി
അപ്പൊ ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഈ ചാച്ച ടീമിലെ കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ വിത്ത് മീ, മേക്ക് മീ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. കുറച്ച് പേരെങ്കിലും, ജസ്റ്റ് ദ കൊറിയോഗ്രാഫർ, എവറി വൺ, ഐ ബി വെരി ഹാപ്പി. യു ക്യാൻ ഓൾസോ ജോയിൻ. ഐ വിൽ ഡെഫിനറ്റ്ലി. എവിടെ നമ്മുടെ ചാച്ച ഗേൾസ് ടീം? എല്ലാവരും ഓടി വരൂ. എനിക്ക് തോന്നുന്നു ഷീല ടീംസ് എല്ലാവരും ഉണ്ട് ഇവിടെ, നിങ്ങൾ എല്ലാവരും വരൂ. That's right. നമ്മുടെ ഷീയുടെ മെയിൻ 7 പില്ലേഴ്സിനെയും കൂടി ഇവിടെ വന്നിട്ട് ഞാൻ സംസാരിക്കണം, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ ചേട്ടൻ മെലിഞ്ഞിരിക്കണേ ഫോട്ടോയില്.